എല്ലുകളുടെ ശക്തിക്ക് വേണ്ടിയാണ്. അതുപോലെ ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത് ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ പോലുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ചേർക്കുന്നത് കുട്ടികൾ ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ രക്തചംക്രമണത്തിനൊക്കെ വേണ്ടി, രക്തപോഷകത്തിന് വേണ്ടിയൊക്കെയാണ്. ഫോളിക് ആസിഡുകളും അയഡിനും അയേണും വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ തുടങ്ങിയ സാധനങ്ങൾ ചേർത്തുള്ള ഉൽപ്പന്നങ്ങൾ നോക്കി വാങ്ങുക. എഫ് ലോഗോയുള്ള വസ്തുക്കൾ, പാക്കറ്റുകൾ നോക്കി വാങ്ങിയാൽ നമ്മുടെ ആരോഗ്യത്തിന് മെച്ചമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 2025 ഭക്ഷണത്തിൽ മായം ചേർക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കണം. ഭക്ഷണം നമുക്കറിയാം, ഭക്ഷണത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും കൃത്രിമ നിറങ്ങളും ഇതൊക്കെ ചേർത്തുകൊണ്ട് ലാഭക്കുതിയന്മാർ നമ്മുടെ ആളുകളെ രാസവസ്തുക്കളൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. 2025 നമുക്ക് മായമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കണം. അതിന്റെ പ്രതീകമായിട്ടുള്ള ഒരു സ്പെഷ്യൽ മാജിക്കാണ്, ഒരു കാർഡ് മാജിക്കാണ്. നമുക്ക് 1-0 നമ്മളെല്ലാവരും, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കേവലം കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ഇതല്ല. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത്, ഒരു വസ്തുവിന്റെ ഉൽപാദനം മുതൽ അത് ഉപഭോഗം വരെയുള്ള കാര്യങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തത്തിലൂടെ എങ്ങനെ ഇതിനെ ഇല്ലാതാക്കാം, ചെറുതാക്കി കൊണ്ടുവരാം. 5 കാർഡുകളാണ് 1, 2, 3, 4, 5 5 കാർഡുകൾ. ഇത് എങ്ങനെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയിലൂടെ ചെറുതാകുന്നു, ശ്രദ്ധ, നമ്മൾ ഓരോരുത്തരുടെയും ശ്രദ്ധയുണ്ടായാൽ എങ്ങനെ നമുക്ക് നമ്മുടെ മായമില്ലാത്ത നല്ല ഭക്ഷണം കിട്ടും. യെസ്, വെരി ഗുഡ്. നമ്മുടെ നിതാന്ത ജാഗ്രതയുണ്ടെങ്കിൽ എങ്ങനെ ഭക്ഷണത്തിലെ മായത്തിന്റെ അളവിനെ കുറച്ചു കൊണ്ടുവരാം. നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ച് നമുക്ക് കിട്ടുന്ന ഭക്ഷണം മായമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം കിട്ടുന്നത്? നമ്മുടെ നിതാന്ത ജാഗ്രത വേണം. നിങ്ങളിപ്പോൾ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ